ഓരോ ഉദ്യോഗസ്ഥന്റെയും ഓരോ ആളുകളുടെയും വീട്ടിൽ പോയി വൈകുന്നേരമായി മദ്യപിക്കാനുള്ള പണി. വണ്ടി എടുത്ത് പോവാ, സർക്കാരിന്റെ വണ്ടി എടുക്കുക, അതിൽ പോവാ. ചില സ്നേഹിതന്മാര് ഗുരുവായൂരില് ഇയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ വീടുകളിൽ പോയി മദ്യപിച്ച് ലക്ക് കെട്ടി ഇവിടെ വന്നിരിക്കുക. കഴിഞ്ഞ ദിവസം ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭയിൽ 2 കൗൺസിലർമാരുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം പോലും ഇയാൾ മദ്യപിച്ച് ലക്ക് കെട്ട സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ടായിരുന്നു ഉണ്ടായെന്നാണ് അറിയാൻ വേണ്ടത്. അപ്പൊ മദ്യപാനിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ലജ്ജ തോന്നുകയാണ്. ഇവിടെ പോലീസുകാരൊക്കെ വന്ന് നിൽക്കുകയാണ്. അവരോടൊക്കെ ഞങ്ങൾക്ക് വളരെ ആദരവാണുള്ളത്. ഈ ലക്ക് കെട്ട് ബുദ്ധിശൂന്യനായ മദ്യപിച്ച് നടക്കുന്ന ഈ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ഔദ്യോഗിക സംവിധാനങ്ങൾ മുതിരുന്നു. ദൗർഭാഗ്യകരം പറയട്ടെ, ചില മാധ്യമങ്ങൾ പോലും അത് എഴുതുന്നു എന്നുള്ളതാണ്. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ ഇതിൽ ഇടപെടുന്നത്. ചില സങ്കുചിത താല്പര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി ഇവിടെ ജൂൺ 12-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് 12:30-ക്ക് ഗുരുവായൂരിലെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ ഞങ്ങൾ പ്രദർശിപ്പിക്കും. അത് തടയാൻ ഈ നാട്ടിലെ ഒരു സംവിധാനത്തിനും കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം, രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാവാം, മതപരമായ അഭിപ്രായം ഉണ്ടാവാം. അതൊക്കെ മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരുമിക്കുന്ന ഒരു മനസ്സുള്ളവരാണ് ഞങ്ങൾ. ഇയാൾക്ക് ഫുട്ബോൾ എന്താണെന്നറിയില്ല, ഫുട്ബോൾ കളിക്കണം എന്താണെന്നറിയില്ല. ഓരോ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഫുട്ബോൾ കളിക്കുകയും അതിനെ സ്നേഹിക്കുകയും കായികമായ ലോകത്ത് ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അതിനൊന്നും വ്യക്തിപരമായ ഏതെങ്കിലും താല്പര്യമോ ഞങ്ങൾക്കൊക്കെ ചിലപ്പോ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ ആരും രാഷ്ട്രീയം കാണിക്കാറില്ല. ഏതൊക്കെ ക്ലബ്ബുകളാണ്, വ്യത്യസ്ത ക്ലബിൽപ്പെട്ടവരാണ് ഇവരുള്ളത്. ഈ സ്പോർട്സ് മത്സരങ്ങളിൽ ഞങ്ങൾ ഏതെങ്കിലും ക്ലബിന്റെ ഒരു സംഗീത താല്പര്യം ഉയർത്തിപ്പിടിക്കാറില്ല. എല്ലാവരെയും ഗുരുവായൂരിൽ ഒറ്റക്കെട്ടാണ്. കേരളോത്സവം പോലുള്ള മത്സരങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ സെക്രട്ടറി വന്ന് പ്രത്യേക താല്പര്യം വെച്ച് ഇതുപോലുള്ള സമീപനം എടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇതിലുള്ളത്. ഗുരുവായൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ ഇടപെടേണ്ട വിഷയമല്ല. പക്ഷെ ഫുട്ബോൾ കളിക്കുന്ന ഈ പ്രദർശനം ഒരു കാരണവശാലും തടയാൻ പാടില്ല. ജില്ലയിലെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ഔദ്യോഗികമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് മറ്റെല്ലാത്തിനേക്കാളുപരി കായിക രംഗത്തുള്ള താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഈ ലോകത്ത്, ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ നിരന്തരമായി ഇടപെടുന്ന ആളുകളാണ്. അവരോടൊക്കെ വ്യക്തിവിരോധവും സങ്കുചിത താല്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇമാതിരി സമീപനം സ്വീകരിക്കുന്ന ഈ സെക്രട്ടറിയെ എത്രയും വേഗം ഈ നാട്ടിൽ നിന്ന് തിരിച്ചു വിളിക്കണമെന്നാണ് ഈ നാട്ടിലെ കായിക പ്രേമികൾക്കും ക്ലബുകൾക്കും പറയാനുള്ളത്. സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെടണം. സർക്കാർ ഇയാളെ തിരിച്ചു വിളിക്കണം. ഇത്തരത്തിൽ സമീപനം എടുത്ത്, അതായത് ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു കൗൺസിലറെയാണ് വെല്ലുവിളിച്ച് ആ കൗൺസിലറിന്റെ തീരുമാനത്തെ അട്ടിമറിക്കുന്ന സമീപനമാണ് സെക്രട്ടറി എടുത്തിട്ടുള്ളത്. അതിന്റെ പിന്നിൽ ചില താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില സംഘടനകളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളും പ്രതിഷേധിച്ചോളൂ, രാഷ്ട്രീയമായ നിലപാടെടുത്തോളൂ. പക്ഷെ ഫുട്ബോളിന്റെയും കായിക രംഗത്തിന്റെയും കാര്യത്തിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായി ഈ നാട്ടിൽ അത് പ്രദർശിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മറ്റ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിലകൊള്ളണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.